വിമാനത്താവളത്തിൽ അച്ഛനെയും അമ്മയെയും പ്രതീക്ഷിച്ചെത്തിയ ഷിബിൻ കണ്ടത് ബന്ധുക്കളെയാണ്. ബഹ്റൈനിൽ നിന്ന് വൈകിട്ടാണ് കല്ലാളത്ത് ഷിബിൻ കണ്ണൂരിൽ വിമാനമിറങ്ങിയത്. അച്ഛനെയും അമ്മയും കാത്തിരുന്ന ഷിബിൻ പക്ഷേ ബന്ധുക്കളിൽ നിന്നും കേട്ടറിഞ്ഞത് വളരെ ദുഃഖത്തിലാക്കുന്ന വാർത്തയാണ്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത ഷിബിന്റെ അച്ഛൻ പ്രേമരാജനും അമ്മ ശ്രീലേഖയും ഇനി ലോകത്തില്ലെന്ന വിവരമായിരുന്നു അത്. എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജൻ ശ്രീലേഖ ദമ്പതികളുടെ മരണം കേട്ട് അലവിൽ ഗ്രാമം മുഴുവൻ ഞെട്ടലിലായിരിക്കുകയാണ്. കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തും വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറുമായിരുന്ന അയൽവാസി സുരോഷ് വൈകുന്നേരം പലതവണയും പ്രേമരാജനെ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാതിരുന്നതാണ് സംശയം തോന്നാൻ കാരണം. തുടർന്ന് സരോഷ് നേരിട്ട് വീട്ടിലെത്തി. കോളിംഗ് ബിൽ അടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെ ആശങ്ക കൂടി. തുടർന്ന് മറ്റയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. വാതിൽ ചവിട്ടി തുറന്ന് ഇവർ കണ്ടത് രണ്ടുപേരും മരിച്ചു കിടക്കുന്നതായിരുന്നു. വാർത്ത അറിഞ്ഞ ഉടൻ വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾ പൊള്ളലേറ്റ നിലയിലായിരുന്നു. അന്വേഷണം നടത്തിയപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിന്റെ ഭീകരതയും വീടിനുള്ളിലെ അവസ്ഥ കണ്ടും അയൽവാസികളും ബന്ധുക്കളും ഞെട്ടലിലാണ്. ഇവരുടെ മരണത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ദുഃഖത്തിലായിരിക്കുകയാണ്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷിബിൻ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയത്. ഷിബിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാൻ എത്തിയതാണ് സരോഷ്. മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ നിലത്ത് കത്തിക്കറിഞ്ഞ നിലയിലാണ്. കിടക്കയിൽ ചുറ്റിക കണ്ടെത്തിയിട്ടുണ്ട്.